ഹരി ഓം. 86-ാം സ്തുതി. യോഗീശ്വര ഉപദേശം 2. ഇത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 3-ാം അധ്യായം 1 മുതൽ 55 വരെ ശ്ലോകങ്ങളാണ്. നിമി ചക്രവർത്തി 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ എന്ന 4 യോഗീശ്വരന്മാർ ഉത്തരങ്ങൾ പറയുന്നു. ഇതിൽ 55 ശ്ലോകമുള്ളത് കൊണ്ട് ഞാൻ ഓരോരോ ശ്ലോകങ്ങളെ ചൊല്ലുന്നുള്ളൂ. പിന്നെ വ്യാഖ്യാനം കാണാം. രാജോവാച പരസ്യ വിഷ്ണോരീശസ്യ മായിനാമപി മോഹിനി മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തുന നാനു തൃപ്യേജുഷന്യുഷ്മദ്വചോ ഹരികഥാമൃതം സംസാരതാപനിസ്തപ്തോ മർത്യസ്തത്താപഭേഷജം. അന്തരീക്ഷ ഉവാച യേഭിർഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർമഹാഭുജ സസർജോച്ചാവചാന്യാദ്യ സ്വമാത്രാത്മാ പ്രസിദ്ധയേ. രാജോവാച യഥൈതാമൈശ്വരീമായാം ദുസ്തരാമകൃതാത്മഭിഃ തരന്ത്യജസ്ഥൂലധിയോ മഹർഷ ഇദമുച്യതാം. പ്രബുദ്ധ ഉവാച കർമ്മണ്യാരഭമാണാനാം ദുഃഖഹത്यै സുഖായ ച പശ്യേത്പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം. രാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണഃ പരമാത്മന നിഷ്ഠാമർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഃ. പിപ്പലായന ഉവാച സ്ഥിത്യുദ്ഭവപ്രളയഹേതുരഹേതുരസ്യ യസ്സ്വപ്നജാഗരസുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. രാജോവാച കർമ്മയോഗം വദതന്ന പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. ഏവം പ്രശ്നമൃഷീൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രസ്തത്ര കാരണമുച്യതാം. ആവിർഹോത്ര ഉവാച കർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകികഃ വേദസ്യ ചൈശ്വരാത്മത്വാ തത്ര മുഹ്യന്തി സൂരയഃ. എന്താണ് മായ എന്ന ചോദ്യത്തിന് അന്തരീക്ഷ യോഗീശ്വരൻ ഉത്തരം പറയുന്നു. ഭഗവാന്റെ മായയ്ക്ക് 2 ശക്തിയുണ്ട്. ആവരണശക്തിയും വിക്ഷേപശക്തിയും. ത്രികാലത്തിലും മാറ്റമില്ലാത്ത ഏകമായ സത്യവസ്തു ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ മാത്രം. പക്ഷേ ഇത് മറഞ്ഞിരിക്കുകയാണ്. മായയുടെ ആവരണശക്തി കൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അസത്യമാണ് ഈ ജഗത്ത്. പക്ഷേ ഇത് സത്യമായി അനുഭവപ്പെടുന്നു. കാരണം മായയുടെ വിക്ഷേപശക്തി. ഇങ്ങനെ ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക, ഇത് 3മാണല്ലോ ഈ ദൃശ്യങ്ങളുടെ സ്വഭാവം. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതെല്ലാം മായയാണ്.
ഭഗവാൻ ആദ്യമായി വൈവിധ്യം കലരുന്ന ഭൂതസഞ്ചയം സൃഷ്ടിച്ചു. പഞ്ചഭൂത നിർമ്മിതമായ സർവവസ്തുക്കളിലും വസിച്ചു. പിന്നെ ഇന്ദ്രിയങ്ങളെ 10 ഭാഗിച്ച് അവയിൽ പ്രവേശിച്ചു. വാസനക്കൊത്ത് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മഫലമനുഭവിച്ച് സംസാരത്തിൽ ജീവൻ ഭ്രമിക്കുന്നു. പ്രളയകാലം വരെ ജനനവും മരണവുമായി ജീവൻ നിലനിൽക്കുന്നു. പിന്നെ ഭയങ്കരമായ പ്രളയം. ആ കാലത്ത് ഭഗവാൻ വിരാട് രൂപം ഉപേക്ഷിച്ച് സൂക്ഷ്മമായ അവ്യക്തതയിൽ പ്രവേശിക്കും. സൃഷ്ടിസ്ഥിതി സംഹാര ഹേതുവായ വിഷ്ണുമായ ഇങ്ങനെയാണ്. മായയെ എങ്ങനെ അതിജീവിച്ച് സത്യത്തെ സാക്ഷാത്കരിക്കാം? ഇതിന് പ്രബുദ്ധ യോഗീശ്വരനാണ് ഉത്തരം പറയുന്നത്. സുഖം നേടാനായി ഗൃഹസ്ഥധർമ്മം ആചരിക്കുന്നവന് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. വരിഷ്ഠമായ ശ്രേയസ് ആശ്രയിക്കുന്നവൻ ആഗമം, പരബ്രഹ്മം ഇവയിൽ നിഷ്ണാതനായ ആചാര്യനെ വരിക്കണം. സദ്ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം സാധനകൾ അനുഷ്ഠിക്കണം. ഭഗവത് കഥാശ്രവണം, ഭഗവത് കഥാകീർത്തനം, നാമസങ്കീർത്തനം, ഈശ്വരധ്യാനം മുതലായ സാധനകളിൽ മുഴുകണം. അധ്യാത്മശാസ്ത്രം പഠിക്കണം. ഒന്നിനെയും നിന്ദിക്കാതിരിക്കണം. ഭഗവത് പരനായി ജീവിക്കണം. എല്ലാവരോടും മൈത്രീഭാവം, വണക്കം ഇതൊക്കെ ആചാര്യനിൽ നിന്ന് അഭ്യസിക്കണം. തപസ്, ആർജവം, ശൗചം, മൗനം, സ്വാധ്യായം, അഹിംസ, ബ്രഹ്മചര്യം, സത്യം, ദമം, ശമം എന്നിവ ശീലിക്കണം. സമസ്ത കർമ്മവും ഭഗവാന് സമർപ്പിച്ച് ചെയ്യണം. ഇതാണ് ഭാഗവതധർമ്മം. ഇങ്ങനെയുള്ള ഭാഗവതധർമ്മം അഭ്യസിച്ച് കൈവരുന്ന ഭക്തി മൂലം മായയെ അതിസുഖമായി കടക്കാം. എന്താണ് ഭഗവത് സ്വരൂപം? ഇതിന് ഉത്തരം പറയുന്നത് പിപ്പലായന യോഗീശ്വരനാണ്. ഭഗവത് സ്വരൂപം ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാവില്ല. വാക്കുകൊണ്ട് വർണ്ണിക്കാനോ ബുദ്ധി കൊണ്ട് ആലോചിച്ചറിയാനോ പറ്റില്ല. പക്ഷേ ഈ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണവും പ്രാണനും അതിൻ്റെ സാന്നിധ്യത്തിലേ പ്രവർത്തനമാവൂ. എല്ലാ പൊരുളിനെയും നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാനാവാതെ ഒടുവിൽ അവശേഷിക്കുന്ന ഒരു തത്വമുണ്ട്. അതാണ് ഭഗവത് സ്വരൂപം. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇത് സാക്ഷിയായി വർത്തിക്കുന്നു. ഇതിന് ജനനമില്ലാത്തതിനാൽ മരണവുമില്ല. ഈ ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചാൽ ചിത്തം ശുദ്ധമായിത്തീരും. ശുദ്ധമായ ചിത്തത്തിൽ ഈ സ്വരൂപം പ്രകാശിക്കുകയും ചെയ്തു. മനുഷ്യനെ ശുദ്ധീകരിച്ച് മുക്തിയിലേക്ക് നയിക്കുന്ന കർമ്മയോഗത്തിൻ്റെ പൊരുൾ എന്താണ്? അടുത്ത ചോദ്യം. ഇതിന് ഉത്തരം പറയുന്നത് ആവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ്. വേദവിഹിതമായ കർമ്മത്തെപ്പറ്റി ആദ്യം പറയുന്നു. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിങ്ങനെ 3ആയി കർമ്മത്തെ തരംതിരിച്ചിരിക്കുന്നു. കർമ്മം എന്നത് നാം ചെയ്യണമെന്ന് വേദം അനുശാസിക്കുന്നുണ്ട്.
ഉദാഹരണത്തിന് എല്ലാ ദിവസവും സന്ധ്യയെ ഉപാസിക്കണമെന്ന് വേദം അനുശാസിക്കുന്നു. അകർമ്മം എന്നാൽ വേദാനുശാസിതമായ കർമ്മം ചെയ്യാതിരിക്കൽ. അകർമ്മം ഒരുവനെ മുന്നോട്ട് നയിക്കുകയില്ല, അധപ്പതിപ്പിക്കുകയുമില്ല. വികർമ്മം എന്നാൽ നിഷിദ്ധ കർമ്മങ്ങൾ ആചരിക്കലാണ്. ഉദാഹരണം, ചൂത് കളിക്കരുത് എന്ന് വേദം ചൂതുകളിയെ നിഷേധിക്കുന്നു. നിഷിദ്ധ കർമ്മം ആചരിച്ചാൽ മനുഷ്യൻ ഭൗതികമായും ആധ്യാത്മികമായും അധപ്പതിക്കും. എക്സാമ്പിൾ, പാണ്ഡവന്മാരുടെ ചൂതുകളിയും നളൻ്റെ ചൂതുകളിയും. അതുകൊണ്ട് വികർമ്മം ചെയ്യരുത്. വേദവിഹിതമായ എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധിയുണ്ടാവാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചാൽ ആരും ഈ വക കർമ്മങ്ങൾ ചെയ്യുകയില്ല. അതിനാൽ ഫലശ്രുതി കൊണ്ട് വേദം മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു. ഉദാഹരണം, കയ്പുള്ള കഷായം കൊടുക്കുമ്പോൾ അമ്മ കുട്ടിയോട് പറയാറുണ്ട്, കഷായം കുടിക്കൂ, കൽക്കണ്ടം തരാമെന്ന്. കൽക്കണ്ടത്താൽ പ്രലോഭിതനായി കുട്ടി പതിവായി കഷായം കുടിക്കുന്നു. അതിൻ്റെ ഫലമായി രോഗം ശമിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ പല പ്രലോഭനങ്ങൾ കൊണ്ട് വേദം മനുഷ്യനെ സത്കർമ്മത്തിലേക്ക് ആകർഷിക്കുന്നു. പ്രലോഭിതനായ മനുഷ്യൻ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ പാപം ശമിക്കുന്നു. മനോമാലിന്യം, രാഗദ്വേഷാദികൾ നീങ്ങുന്നു. മനോമാലിന്യം നീങ്ങുന്നതുവരെ മതി വൈദിക കർമ്മ അനുഷ്ഠാനം. വൈദിക കർമ്മങ്ങൾ പറഞ്ഞു. ഇനി താന്ത്രിക കർമ്മങ്ങൾ. ഒരു പ്രതിമയിൽ അഥവാ പത്മത്തിൽ മന്ത്രം ജപിച്ച് ഭഗവാനെ ആവാഹിക്കുക. അതിന്മേൽ ജലം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നീ 5 പദാർത്ഥങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക. പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം എന്നീ മഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം. ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ് ജലചന്ദനാദികൾ. ഇത് 3 പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് ജലചന്ദനാദികൾ കൊണ്ട് അർച്ചന നടത്തുക. സപ്തധാതുമയമായ ഈ സ്ഥൂല ശരീരത്തിനകത്ത് സൂക്ഷ്മ ശരീരവും അല്ലെങ്കിൽ ലിംഗശരീരവും അതിന് നിമിത്തമായ അവിദ്യാമയമായ കാരണശരീരവും ഉണ്ട്. മൂന്ന് പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് ജലചന്ദനാദികൾ കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ഈ 3 ശരീരവും ഭഗവാന് സ്വയം സമർപ്പിക്കുന്നതായി ഭാവന ചെയ്യുക. ഇങ്ങനെ പരിപൂർണമായ ആത്മസമർപ്പണമാണ് താന്ത്രിക കർമ്മം. ഇതാണ് കർമ്മയോഗത്തിൻ്റെ ഒരു ആവിഹോത്ര യോഗേശ്വരൻ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.